കുട്ടീസ്, അരുണിമ മിസ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ് മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നോക്കിക്കേ നിങ്ങൾ എല്ലാവരും അല്ലെ, നമ്മൾ കഴിക്കുന്ന പലതരം ഫുഡ് ഐറ്റംസിനെ കൊടുത്തിട്ട് അതിന് സിറിയൽസ്, വെജിറ്റബിൾസ്, പൾസസ്, ട്യൂബേഴ്സ്, ലീഫി വെജിറ്റബിൾസ്, അതായത് ഇലക്കറികൾ, ഇങ്ങനെയൊക്കെ ആയിട്ട് തരംതിരിക്കാനുള്ള ഒരു ചോദ്യം നമ്മളെടുത്ത് ഉണ്ടാവും. അപ്പൊ ധാന്യങ്ങൾ എന്താണ്, പച്ചക്കറികൾ എന്താണ്, പയറുവർഗ്ഗങ്ങൾ എന്താണ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്താണ്, ഇലക്കറികൾ എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെ നമുക്ക് എന്തൊക്കെ എഴുതാൻ വേണ്ടി പറ്റും? നമ്മൾ കഴിക്കുന്ന അരി അല്ലെ, റൈസ്, അതേപോലെ തന്നെ വീറ്റ്, ഇതൊക്കെ എന്താണ് നമ്മളുടെ ഈ പറയുന്ന ധാന്യങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇനി നമ്മൾ നോക്കിക്കേ, വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓണിയൻ എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെ ബ്രിഞ്ചാൾ എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെ നിങ്ങൾക്ക് ഏതൊക്കെ എഴുതാം? ചെറുപയർ എഴുതാം അല്ലെ, വൻപയർ എഴുതാം. കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ എഴുതാം? നിങ്ങൾക്ക് പൊട്ടറ്റോ അല്ലെ, പൊട്ടറ്റോ എഴുതാം, നിങ്ങൾക്ക് മധുരക്കിഴങ്ങ് എഴുതാം. ഇനി ഇലക്കറികൾ എന്ന് പറയുമ്പോൾ അല്ലെ, ഇതാണ് കുറച്ച് ആളുകൾക്ക് ഡൗട്ട് ഉള്ളത്. നമ്മൾ പലതരത്തിലുള്ള ഇലക്കറികൾ കഴിക്കാറുണ്ട്. മുരിങ്ങയുടെ ഇല കഴിക്കാറുണ്ട്, അതേപോലെ തന്നെ അല്ലെ എന്താണ് ചീര കഴിക്കാറുണ്ട്. ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആഹാരമാക്കാറുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ അല്ലെ സൈലത്തിന്റെ ക്ലാസ് 4ലേക്കുള്ള അഡ്മിഷനും നമുക്ക് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ഉടൻ തന്നെ എന്റെ മക്കൾ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. പഠനം നമുക്ക് ഇനി എന്ത് ചെയ്യാം? എളുപ്പമാക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.